നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഫൗസിയ മമ്മുവിന്റെ മീസാൻ കല്ലിനോട് കഥ പറയുമ്പോൾ പുസ്തകം പ്രകാശനം ചെയ്തു. എം വിജിൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. നമ്മുടെ എല്ലാം ചെറുപ്പകാലത്ത് എന്നെയെല്ലാം വേറെ ഞാൻ ഓരോ പുസ്തകങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പത്തുമയുടെ ആള് നമുക്ക് പഠിക്കാൻ കൂടി ഉണ്ടായത് കൊണ്ട് കുറച്ചും കൂടി അടുപ്പതിലുണ്ട്. കാരണം പഠിച്ച് പരീക്ഷയിൽ മാറ്റി കിട്ടണമെങ്കിൽ പത്തുമയുടെ ആള് 2-3 തവണ വായിച്ചു പോയിട്ടുണ്ട്. കാരണം അത് പരീക്ഷ അതിനപ്പുറമുള്ള ഒരുപാട് രസകരമായിട്ടുണ്ട്. ഉപപദാനിണ്ടായിരുന്നു, മതിലുകൾ സിനിമയായി പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. തേന്മാവുണ്ട് ജീവിതത്തിന്റെ ഒരുപക്ഷെ വളരെ മനോഹരമായത്. എനിക്ക് തോന്നുന്നു അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബഷീറിന്റെ തേന്മാവിനെ കുറിച്ച് വായിച്ചവരുടെ ഉണ്ടോ, ഈ കൂട്ടത്തിലുണ്ടോ? ജീവിതത്തിന്റെ ഒരുപക്ഷെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തെ കുറിച്ച്. പക്ഷേ ബഷീറിന്റെ ആ സുൽത്താന്റെ വാക്കുകളെല്ലാം നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തി. വളരെ അത്ഭുതത്തോടുകൂടി നാം കളിക്കുന്നത്. നമ്മളെ വീട്ടിൽ ആളുണ്ടായിട്ടുണ്ട്, പശു ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് ജീവികൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ അയൽവാസികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളിലൊന്നും ഒരു കഥ കടന്നുപോയിട്ടേ ഇല്ല. എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് വാക്കുകൾ പോലും അദ്ദേഹം തന്റെ കഥയിലേക്ക് പകർത്തി എഴുതിയത് എന്നത് നമ്മൾ TP വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. എം വിജിൻ MLA PP മമ്മുവിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അസോസിയേറ്റ് പ്രൊഫസർ ഷഹർബാൻ V പുസ്തക പരിചയം നടത്തി. P ഗോവിന്ദൻ, VN ബിജു, കഥാകൃത്ത് റഫീഖ് പന്നിയങ്കര, എഴുത്തുകാരൻ അഡ്വക്കേറ്റ് ഹംസക്കുട്ടി, ഷാജിർ PP, PK വത്സലൻ, പ്രകാശൻ CP, എഴുത്തുകാരി ഷബീന നജീബ്, ഭാനുമതി K പ്രീത, K സിജു, ഫൗസിയ മമ്മു, അമീർ ഷാ, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു.